ഞാൻ ബഹുമാനപ്പെട്ട കോടതികൾ തെറ്റായി കാണുകയല്ല. സ്ത്രീകൾ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് സത്യമാണെന്ന് പറയുകയും അവിടെ ഡിഫെൻഡ് ചെയ്യാൻ പ്രതിഭാഗത്തിനോ പ്രതിക്കോ അവകാശമില്ലെന്ന് പറയുകയും അയാളെ ശിക്ഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിന്താമണി കൊലക്കേസ് എന്ന് പറയുന്ന ഒരു സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രോസിക്യൂഷൻ വാദം പൂർത്തിയായിട്ട് പ്രതി കുറ്റവാളിയാണ് എന്ന് കാണുമ്പോഴാണ് ഇനി പ്രതിഭാഗത്തിന് വാദം ഉണ്ടാകേണ്ടത്. നിയമത്തിൻ്റെ പരിരക്ഷ അവർക്ക് കിട്ടുന്നതും അങ്ങനെയാണ്. പക്ഷേ ഇന്ന് ഓരോ വിറ്റ്നസിനെ വിസ്തരിക്കുമ്പോഴും ക്രോസ് വിസ്താരം നടത്തണമെന്ന് കോടതികൾ നിർബന്ധിക്കുന്നു. നിയമപരമായിട്ട് അതിൻ്റെ ആവശ്യമില്ല. പ്രോസിക്യൂഷൻ്റെ എല്ലാ തെളിവുകളും കൊണ്ടുവന്ന അതിൽ കുറ്റം കണ്ടെത്താവുന്ന രീതിയിൽ തെളിവുകൾ ഉണ്ട് എങ്കിൽ മാത്രമാണ് പ്രതിഭാഗത്തിന് അവിടെ റോളുള്ളൂ. അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഹാസ് മിസറബിളി ഫെയിൽ ടു പ്രൂവ് ദ കേസ്. സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇപ്പം ഞാനൊരു എക്സാമ്പിൾ തരാം. എക്സ് എന്ന് പറഞ്ഞൊരു പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നു. തീർച്ചയായിട്ടും ഒരു കുറേ സാക്ഷികളെ കൊണ്ടുവരും, വ്യാജ തെളിവുകൾ കൊണ്ടുവരുന്നു. അപ്പം ഈ കോടതിക്ക് തോന്നുന്നു ഈ തെളിവുകൾ അനുസരിച്ച് ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അയാളെ കുറ്റം അല്ല, അവരെ സബ്ജക്ട് ക്രോസ് എക്സാമിനേഷൻ. അതാണ് ഇന്ത്യയിലില്ല. മറ്റുള്ള സ്ഥലങ്ങളിൽ, മറ്റുള്ള UAE ആയാലും അമേരിക്ക ആയാലും പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന സംവിധാനം അങ്ങനെയാണ്. പ്രോസിക്യൂഷൻ ആദ്യം തെളിവുകൾ നിരത്തും. ആ തെളിവുകൾ ശക്തമാണെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ക്രോസ് എക്സാമിനേഷനും മറ്റു കാര്യങ്ങളും ആവശ്യമുള്ളൂ. ഇതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരു വേട്ടക്കാരൻ എന്ന് മുദ്ര കുത്തി ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് ആരോപണം ഉന്നയിച്ച് ഈ ഫോട്ടോസും എല്ലാം ഉൾപ്പെടെ മീഡിയയിൽ വരാണല്ലോ. നാളെ ഒരിക്കൽ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മീഡിയ ഒന്നും വരുന്നില്ല. ഒരു സമൂഹത്തിന്റെ പാമ്പറിംഗ് ഇല്ല, ഒരു സപ്പോർട്ടും ഇല്ല. ഈ പറയുന്ന ഈ ഫോട്ടോ ഇട്ട് ആഘോഷിച്ച ഒരു മീഡിയയും ഈ പറയുന്ന പുരുഷന്റെ ഫോട്ടോ ഇട്ടിട്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. നഷ്ടം മുഴുവൻ അതാ, മരണം വരെ സ്വന്തം അയലൊക്കെക്കാരോട് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല. കാരണം എന്താ, എല്ലാ മീഡിയയിലും വന്നു ഇവന്റെ പേരടിച്ചു പോയി കഴിഞ്ഞാൽ നെറ്റിൽ കിടക്കുന്ന മുഴുവനും പീഡിപ്പിച്ചെന്നുള്ള പരാതി. സാർ, അത് മാറണ്ടേ? ഞാൻ ഫോട്ടോ വരട്ടെ. സാർ, ഒരു കാര്യം, ഇപ്പം ഈ കോടതിയിൽ കേസ് വരുന്നു, ഇയാൾ കുറ്റക്കാരനല്ലെന്ന് തെളിയിക്കുന്നു. അപ്പൊ കോടതിക്ക് വേണമെങ്കിൽ തിരിച്ച് കേസ് എടുക്കാൻ തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വരുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്, വേട്ടക്കാരുടെയും ഇരയുടെയും പേര് വെളിപ്പെടുത്തരുത് ഏതുവരെ ഈ പറയുന്ന വേട്ടക്കാരൻ കുറ്റം ചെയ്തു എന്ന് തെളിയുന്നത് വരെ. അപ്പോൾ താങ്കൾ പറയുന്ന കാര്യം അത് ശരിയാണ്. കുറ്റം ചെയ്തെന്ന് തെളിഞ്ഞില്ലെന്ന് വയ്ക്കുക, നിയമത്തിലെ അനുശാസിക്കുന്ന ശിക്ഷയും ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഈ പറയുന്ന വ്യക്തികൾ അനാവശ്യമായിട്ടാണ് കേസ് കൊടുത്തതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നടപടിയെടുക്കാനായിട്ട് ഇപ്പോഴത്തെ പുതിയ നിയമ സംവിധാനത്തിൽ അതെല്ലാം എഴുതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടപടിയെടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ, കളവായ മൊഴികൾ, കളവായ രേഖകൾ കോടതിയിൽ ഹാജരാക്കാതിരിക്കുകയുള്ളൂ. പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന സാഹചര്യങ്ങളും സാഹചര്യ തെളിവുകളും എല്ലാം പ്രതിക്ക് എതിരാണെങ്കിൽ പോലും ഈ പറയുന്ന മൊഴികൾ കളവായിട്ട് അവതരിപ്പിക്കുക, രേഖകൾ കളവായിട്ട് അവതരിപ്പിക്കുക. അപ്പോൾ അതൊക്കെ സബ്ജക്റ്റ് ക്രോസ് എക്സാമിനേഷൻ ഉള്ളതുകൊണ്ട്, പ്രതിക്ക് ആ അവകാശങ്ങൾ ഉള്ളതുകൊണ്ട് അതൊന്നും നടക്കാത്ത എത്രയോ രാജ്യങ്ങളുണ്ട്. പ്രതിക്ക് ഈ അവസരങ്ങൾ പോലും നിഷേധിക്കുന്ന രാജ്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾ വളരെയധികം സംരക്ഷിക്കപ്പെടുന്നുണ്ട്, പ്രതികൾക്കായാലും ഇരയ്ക്കായാലും വേട്ടക്കാർക്കായാലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.